അറിഞ്ഞായിരുന്നോ? നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ നീക്കം ചെയ്യാൻ ഇത്തിരി കുഞ്ഞൻ റോബോട്ടുകൾ വരുന്നുണ്ട് അത്രേ. ഉറുമ്പുകളേക്കാൾ 10 മടങ്ങ് ചെറുതാണെന്നാണ് പറയുന്നത്. ഒരു 200 നാനോമീറ്റർ ഒക്കെ ഉള്ളൂ അത്ര ഇതിന്റെ ഒരു വലിപ്പം. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശുദ്ധ രക്തധമനികളിൽ പ്രവേശിച്ച് അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാക്കിനെ നീക്കം ചെയ്യും. ഈ പ്ലാക്കിനെ നീക്കം ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം കൊളസ്ട്രോൾ ഇല്ലാണ്ടാവുമെന്ന് തന്നെയാണ്. അതോടുകൂടി അതിന്റെ അവിടുത്തെ ജോലി കഴിയുന്നു. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ചാൽ പിന്നെ ഈ കുഞ്ഞൻ റോബോട്ടുകൾ അവിടെ തന്നെ അലിഞ്ഞു ചേരും. അതായത് ബയോഡിഗ്രേഡബിൾ ആണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഒന്നും പേടിക്കാനില്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള വിഷയം തന്നെയാണ്. അതിനകത്ത് യാതൊരുവിധ അപകടവും വരാനില്ലെന്നും ഈ കുഞ്ഞൻ റോബോട്ടുകൾ നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരുന്നത് കൊണ്ട് ഒരു ഡാമേജും വരാനില്ലെന്നും കൂടെ ഇവർ പറയുന്നുണ്ട്. ഈ റോബോട്ടുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ചില മരുന്നുകൾ നിറച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ ഈ രക്തക്കുഴലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഈ മരുന്നുകൾ റിലീസാകും. അതിനുശേഷമാണ് ഈ പറയുന്ന രീതിയിൽ ഇത് നമ്മുടെ രക്തക്കുഴലിൽ തന്നെ ചേർന്ന് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഹൃദ്രോഗ സാധ്യത അല്ലെങ്കിൽ സ്ട്രോക്ക്, പക്ഷാഘാതം പോലുള്ള വിഷയങ്ങളും ഒഴിവായി വരും. ആരോഗ്യ നിലവാരത്തിൽ പ്രത്യേകിച്ചും ഹൃദ്രോഗികളുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുള്ളവരുടെ ആ ഒരു ഗ്രാഫിൽ വലിയ പുരോഗതി ഉണ്ടാകും എന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷേ പ്രൊവൈഡഡ് ഈ കുഞ്ഞൻ റോബോട്ടുകൾ മനുഷ്യ ശരീരത്തിൽ ഉപയോഗിക്കാൻ പര്യാപ്തമാകണം. പിന്നെ ഇതിനകത്ത് എന്താണുള്ളൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ നിലവിൽ മനുഷ്യരിൽ നേരിട്ട് ഇത് പരീക്ഷിച്ചിട്ടില്ല. ഇപ്പോൾ ഇത് പരീക്ഷിച്ചിട്ടുള്ളത് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മനുഷ്യന്റെ രക്തധമനികളിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനി മൃഗങ്ങളിൽ പരീക്ഷിക്കണം, വിജയിക്കണം. പിന്നീട് മനുഷ്യരിൽ പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷം മാത്രമാണ് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായും സുഗമമായും നടക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മളിൽ പലർക്കും ഇതൊരു ഹോസ്പിറ്റലിൽ പോകണ്ടാത്ത വിഷയമായി മാറും. അതുപോലെ ആരോഗ്യ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം നടക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചാളും കൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് പോക്കറ്റ് ഫ്രണ്ട്ലിയും ആകും.